റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ട നടപടി ഞെട്ടിപ്പിക്കുന്നതാണെന്ന് LDF കൺവീനർ EP ജയരാജൻ. കേസിൽ സർക്കാർ അപ്പീൽ നൽകണമെന്നാവശ്യപ്പെട്ടു. പോലീസും പ്രോസിക്യൂഷനും കുറ്റമറ്റ രീതിയിലാണ് പ്രവർത്തിച്ചത്. RSSകാർ പ്രതികളായി വരുന്ന ഇത്തരം കേസുകളിൽ അവർക്ക് അനുകൂലമായി വിധി വരുന്നത് ജനാധിപത്യ വിശ്വാസികളെ ആശങ്കയിലാക്കുന്നുവെന്നും EP ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു. അർജുൻ ഹേമയുടെ വിവരങ്ങളുമായി. അർജുൻ ഹേമ, ഈ വിധി പ്രസ്താവം വന്നതിന് ശേഷം ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി MV ജയരാജൻ ഉൾപ്പെടെയുള്ളവർ, മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇതിൽ ആശങ്ക രേഖപ്പെടുത്തി. ഏതായാലും ഇതിൽ ഇപ്പോൾ അപ്പീൽ നടപടികളിലേക്ക് പോവുകയാണ്. LDF കൺവീനർ എന്താണ് വിമർശനമായി ഉന്നയിക്കുന്നത്? വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ റിയാസ് മൗലവി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികളെ വെറുതെ വിട്ടു എന്നുള്ള ഒരു കോടതി നടപടി വന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ പ്രതികരണങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ LDF കൺവീനറായ EP ജയരാജൻ ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് RSS പ്രവർത്തകർ ഇത്തരത്തിലുള്ള കേസുകളിൽ പെടുകയാണെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി വരുന്നത് അത് ജനാധിപത്യത്തെ വിശ്വസിക്കുന്നവരെ കടുത്ത ആശങ്കയിലാക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അത് മാത്രമല്ല, കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിനായാലും അന്വേഷണ സംഘത്തിനായാലും പ്രോസിക്യൂഷനും കുടുംബത്തിനും ഒക്കെ തന്നെ ഈ കേസിൽ കോടതിയെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകളെ തെറ്റിക്കുന്ന രീതിയിലുള്ള ഒരു വിധിയാണ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നത്. കേസിൽ സർക്കാർ അപ്പീൽ നൽകുമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പ്രതികളായ 3 RSS പ്രവർത്തകരെ വെറുതെ വിട്ട നടപടി അത് വലിയ ഞെട്ടിക്കുന്ന ഒരു വിധിയായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അതുമാത്രമല്ല, ഇത്രയും കാലമായിട്ടും ഈ പ്രതികൾക്ക് 7 വർഷത്തോളമായി പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല. വിചാരണ കോടതിയിലും അതുപോലെ തന്നെ ഹൈക്കോടതിയിലും അടക്കം ഈ പ്രതികൾ 7 വർഷത്തോളമായി ഈ ജാമ്യത്തിന് വേണ്ടിയിട്ട് ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്ങും ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ല. അതും EP ജയരാജൻ ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വിശദീകരിക്കുന്നുണ്ട്. ജാമ്യാപേക്ഷ പോലും നൽകാത്തത് ഇത്തരത്തിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു കാരണമായാണ് അദ്ദേഹം ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. റിയാസ് മൗലവി വധക്കേസിലെ വിധി പ്രസ്താവത്തിലാണ് ഇപ്പോൾ LDF കൺവീനർ EP ജയരാജൻ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്.